ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളുന്ന കൊടുങ്ങല്ലൂർ കാവിലെ കോമരങ്ങൾ. പൗരാണിക കാലം മുതലേ തന്നെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഇന്നും ഈ കൊടുങ്ങല്ലൂർ കാവിൽ തുടർന്നു പോകുന്നുണ്ട്. ഇത്രയധികം കോമരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ക്ഷേത്രം നമ്മളുടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ വേറൊരു ക്ഷേത്രമില്ല കേട്ടോ. അത് ഈ കൊടുങ്ങല്ലൂർ കാവ് മാത്രമേ ഉള്ളൂ ഇതേപോലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ക്ഷേത്രം. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കോഴിക്കല്ല് മൂടൽ, കോമരങ്ങൾ വെട്ടിത്തെളിയുന്നു, അവകാശത്തറകളിലെ കാഴ്ചകൾ, കാളി ദാരികനിൽ നേടിയ വിജയം, രേവതി വിളക്ക്, അശ്വതി നാളിലെ കാവതീണ്ടൽ, കാവതീണ്ടൽ കഴിഞ്ഞ് രാത്രിയിലെ കാഴ്ചകൾ, പിറ്റേ ദിവസം ഭരണി മഹോത്സവം. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഞാൻ കണ്ട കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി ഇതാ ഒരു വീഡിയോ. നമ്മളപ്പോൾ കോഴിക്കൽ മൂടലിൻ്റെ അന്നാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഈ ഭരണി മഹോത്സവം കാണാനായിട്ട് എത്താറുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ തന്നെയാണ് വീട്, അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കൊല്ലങ്ങളിലും വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊല്ലം ഞാൻ നേരത്തെ വന്നേക്കാണ്. കാരണം ഈ കോഴിക്കല്ല് മൂടൽ മര്യാദക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. ഇതിൻ്റെ മുഴുവനായിട്ട് ഇടയ്ക്ക് വന്ന് കണ്ടുപോകലാണ് പതിവ്. ചില സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്നിട്ട് ഒരു ആൽത്തറമ്മ കയറി നിൽക്കേണ്ട. ഈ ആൽത്തറമ്മയിൽ നമുക്കിപ്പോൾ നിൽക്കാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല, കാരണം അവകാശത്തറകളാണിത്. അപ്പോൾ ആ അവകാശത്തറകളെക്കുറിച്ച് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ജനങ്ങളൊക്കെ കണ്ട ഇത് ഇവിടെ ഉള്ളവരൊന്നുമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നുമല്ല. ഇത് പുറത്തുനിന്ന് വന്നേക്കണവരാണ് കൂടുതലും. അതായത് അന്യ ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ. ഈ നാട്ടുകാരൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഭരണി മഹോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുള്ളവരുടെ ഉത്സവം കൂടിയാണ്. അവരാണ് മെയിനായിട്ട് ഈ ഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. കാളിദാരിക യുദ്ധം തുടങ്ങുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ ചടങ്ങ്. മീനമാസത്തിലെ ഭരണിയുടെ 7 ദിവസം മുമ്പാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് കേട്ടോ. അത് തച്ചോളി വീട്ടുകാർക്കാണ് ഇതിൻ്റെ അവകാശം, ഈ ചടങ്ങിൻ്റെ അവകാശം. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ 2 കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 കല്ലുകളിൽ പണ്ട് മൃഗബലിയൊക്കെ നടത്തിയിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മൃഗബലിയൊന്നുമില്ലല്ലോ. മൃഗബലി നിരോധിച്ചതിന് ശേഷം ഈ 2 കല്ലുകളും 2 വലിയ കുഴികൾ കുത്തിയിട്ട് ആ കുഴികളിലിട്ട് മൂടുകയും അതിൻ്റെ മേലെ പട്ട് വിരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ കോഴിക്കൽ മൂടൽ എന്ന് പറയുന്നത് കേട്ടോ. തച്ചോളി വീട്ടുകാരാണ് ഇതിൻ്റെ അവകാശികൾ. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അവകാശികൾ വന്ന് ഈ കോഴിക്കൽ മൂടൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറകെ ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. ഇവർ വന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലെ കയറി നൃത്തം ചവിട്ടുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. ഇവർ പാടുന്ന പാട്ടിൽ തെറിപ്പാട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറിപ്പാട്ടുണ്ട് കേട്ടോ. തെറിപ്പാട്ട് പാടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല പാട്ടുകളും പാടുന്നുണ്ട് കേട്ടോ. ദേവിയെ സ്തുതിച്ചിട്ടുള്ള നല്ല പാട്ടുകളും പാടുന്നുണ്ട്. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോട്ട് തന്നെ ഉണ്ടല്ല ഇതേപോലുള്ള ആൽത്തറകളിലൊക്കെ ഓരോ അവകാശികൾ വന്ന് സ്ഥാനം പിടിക്കും. അതായത് അവരുടെ അവകാശമാണ് ഈ ഓരോ ആൽത്തറകളും. ഇത് അവകാശത്തറകളെന്നാണ് പറയുന്നത്. ഈ തറകളിൽ വന്ന് ഓരോ ദേശക്കാരും വന്ന് സ്ഥാനം പിടിക്കും. ഇതിലേക്ക് പിന്നെ വേറെ ആരെയും കയറ്റില്ല. ഭരണിയുടെ ദിവസമൊക്കെ ഒട്ടും നമ്മളെ കയറ്റില്ല. എല്ലാ ദിവസവും പിന്നെയും ചിലരൊക്കെ കയറ്റും കേട്ടോ. ഈ ഭരണിയുടെ ദിവസമൊക്കെ നമ്മൾ അടിച്ചോടിക്കും. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ആൽത്തറയിൽ ഇപ്പം നമ്മൾ കാണുന്നത് കണ്ടല്ല, ഇവിടെ ഇപ്പോൾ ഒരു ദേശക്കാരായിട്ട് ഈ വന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആൽത്തറയിൽ വന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ദേശക്കാർക്ക് എല്ലാവർക്കും കൊണ്ട് ഒരു സ്ഥാനീയരുണ്ടാവും, ഒരു ഗുരു ഉണ്ടാവും. ഈ ഗുരുവിൽ നിന്ന് വാളും ചിലമ്പും പട്ടും എല്ലാം വാങ്ങിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇവരിപ്പോൾ ഇവിടെ. ഈ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷമാണ് ഇവരെല്ലാവരും കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് പോയിട്ട് ദേവിക്ക് മുന്നിൽ ആ രൗദ്രഭാവത്തിൽ ഉറഞ്ഞാടുന്നത്. ദേവസ്വത്തിന്റെ വിവിധ കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. തിരക്കുള്ള സമയങ്ങളിൽ അവരവരുടെ കയ്യിലുള്ള പേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾ, മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിവ നഷ്ടപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. ഇവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവരിപ്പോൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പോയിട്ട് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. മറ്റുള്ള ആൽത്തറകൾ കൂടി ഒന്ന് കാണാമല്ലോ.
ഇവിടെയുള്ള ആൽത്തറകളിൽ ഏറ്റവും വലിയ ഒരു ആൽത്തറയായിട്ട് തോന്നിയത് ഇതാണ്. ഏറ്റവും വലുതും അതേ കൂട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളും ഈ ആലിന് ചുറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ കോമരങ്ങൾ നിൽക്കുന്നൊരു ആൽത്തറയുണ്ട് ഇത്. അപ്പോൾ ഇതിനും ചുറ്റും നിന്നിട്ട് ഇവർ ആ വാളും ചിലമ്പും പട്ടുമൊക്കെ അണിഞ്ഞ് നിന്ന് അവർ പാട്ടുകളൊക്കെ പാടുകയാണ്. ഭക്തിസാന്ദ്രമായ താനാരോ തന്നാരോ എന്നുള്ള ആ ഒരു പാട്ടുകളൊക്കെ പാടി അവിടെ നിന്ന് അവർ അങ്ങനെ താളം ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പുറകിലൊരു ആൽത്തറയുണ്ട്. ആ തറമേലുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ കയറി നിന്നിട്ട് ഈ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. മേലെ കയറുന്നുണ്ടെങ്കിൽ നല്ല നല്ല കാഴ്ചകൾ കാണാമല്ലോ. അതുകൊണ്ട് ആൽത്തറയിൽ കുറേ പേര് കയറി നിന്ന് കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഈ കോമരങ്ങൾ വന്നിട്ട് ഓടിക്കുകയാണ്. അതായത് അവരുടെ തറയണത്, അവരുടെ അവകാശത്തറയണത്. അപ്പോൾ ഈ തറമേൽ വേറെ ആർക്കും കയറി നിൽക്കാനുള്ള അനുവാദമൊന്നുമില്ല ഇന്നത്തെ ദിവസമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ട ഓരോരുത്തരും അവരെ ഇറക്കിയാണ് ഈ തറമേന്ന്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ചാടി ഇറങ്ങി നമ്മുടെ മേത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ക്യാമറ മര്യാദക്ക് നമുക്ക് പിടിക്കാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ട ആ വാള് വീശുന്നുണ്ട്, അതൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പേടിയാൻ വേണമെങ്കിൽ ശരിക്കും ഇവിടെ നിന്നിട്ട് അത്രക്ക് ഡേഞ്ചറായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. ആ വാളൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് വന്ന് വീഴും. അപ്പോൾ അത് ഒക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ നമുക്ക് നിൽക്കാനായിട്ട്. അതിന് പൂവമരങ്ങൾ കൂടി നമ്മുടെ മേത്തേക്കാണ് ഓടിക്കേറി വരുന്നത്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വിശ്വാസമാണ്. ഈ തറമേന്ന് ഇനി ഒരാൾ മാത്രമേ ഇറങ്ങാനുള്ള കേട്ടോ. ആ ഒരു അമ്മാമ്മ കണ്ട ഇരിക്കുന്ന ഒരു അമ്മാമ്മ, ആ അമ്മാമ്മക്ക് ഇറങ്ങാൻ പറ്റാണ്ട കേട്ടോ. താഴേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട് അവർ. പെട്ടെന്ന് അമ്മാമ്മക്ക് താഴേക്ക് ചാടി ഇറങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതേ ഒരു ചേട്ടൻ വന്നിട്ട് അതിനെ പിടിച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനെയും ഇറക്കി അവർ, എല്ലാവരെയും ഇറക്കി അവരുടെ സ്വന്തമാക്കി ആ ആൽത്തറ. നമ്മളപ്പോൾ വീണ്ടും രേവതി നാളിൽ വന്നേക്കേണ്ടി. രേവതി നാളിൽ വന്നിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ഈ വടക്കേ നടയിലൂടെ ആയിട്ടാണ് കയറുന്നത്. ഈ വടക്കേ നടയിലൂടെ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് പേര് ഒരുപാട് കോമരങ്ങൾ തുള്ളുന്നുണ്ട്. അതായത് ഒരു തറവാട്ടുകാരുടെ മുന്നിലാണെന്ന് തോന്നുന്നു കേട്ടോ തുള്ളുന്നത്. ഇത് വെട്ടിത്തലിയലാണിത്. തറവാട്ടുകാരെന്നാണ് പിലാപ്പിള്ളി തറവാട്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ തറവാട്ടുകാരുടെ മുന്നിലാണ് ഇവർ തുള്ളുന്നതെന്നാണ് പറഞ്ഞ് അറിഞ്ഞത്. അപ്പോൾ ഈ തുള്ളുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിത്തെളിയാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ തുള്ളുന്നത് കേട്ടോ. ഈ കോമരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ തറവാട്ടുകാരുടെ മുന്നിൽ വെച്ച് വെട്ടിത്തെളിയണം. അതായത് ഈ വാള് കൊണ്ട് ഇവരുടെ തലക്ക് വെട്ടും. ഇവർ തന്നെ സ്വയം തുള്ളി കോമരങ്ങൾ തുള്ളി ഈ തലക്ക് തന്നെ വെട്ടും. ഈ തലക്ക് വെട്ടിയതിന് ശേഷം ഒരു ചെറിയ മുറിവെങ്കിലും ഇവരുടെ തലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് യോഗ്യത കിട്ടുകയുള്ളൂ, ഇവിടെ തുള്ളാനുള്ള യോഗ്യത. അതായത് കോമരത്തിന് ഇവർ വാള കൊടുത്ത് അനുഗ്രഹിക്കുകയുള്ളൂ തുള്ളാൻ വേണ്ടി. അതാണെന്നാണ് പറയുന്നത് കേട്ടോ ഈ ചടങ്ങിനെ കുറിച്ച്. ഒരു വർഷം വന്ന് വെട്ടിത്തെളിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം തൊട്ട് ഇവർക്ക് ഇവിടെ വന്ന് അനുഗ്രഹം മേടിച്ചാൽ മാത്രം മതിയാകും കേട്ടോ. ആദ്യമായിട്ട് വരുന്നവർക്കാണ് ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യമുള്ളതെന്നാണ് പറഞ്ഞറിയാൻ സാധിച്ചത്. നമ്മളപ്പോൾ വെട്ടിത്തെളിയൽ ചടങ്ങൊക്കെ കണ്ടതിന് ശേഷം രേവതി വിളക്കാണെന്ന്. രേവതി വിളക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളിദാരികനിൽ നേടിയ ഒരു വിജയം, ആ വിജയം അറിയിച്ചുകൊണ്ടുള്ളൊരു ദിവസമാണ് ഈ രേവതി ദിവസം എന്ന് പറയുന്നത്. രേവതിയുടെ അന്നാണ് ശരിക്കും ഉറഞ്ഞുതുള്ളുന്നത് കോമരങ്ങൾ. ഇന്നത്തെ ദിവസമാണ് ഈ രേവതി വിളക്ക് തെളിയുന്നത് കേട്ടോ. അപ്പോൾ ഈ രേവതി വിളക്ക് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി ഞാൻ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അശ്വതിയുടെ അന്ന് രാവിലെ തന്നെ ഞാൻ വീണ്ടും എത്തി കേട്ടോ. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താട്ടാ ഇവിടെ ഒരു തെയ്യരിപ്പുണ്ട്. ഈ തെയ്യത്തിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അതേപോലെ തന്നെ കുറേ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ തെയ്യത്തിൻ്റെ അടുത്ത് ആളുകൾ വന്ന് അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് കണ്ട ഒരു ടീം വലിയൊരു പട്ട്, ആ പട്ട് നീളത്തിലിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞത്. അശ്വതിക്കാവ് തീണ്ടനുള്ളൊരു സമയം അടുത്തുകൊണ്ടിരിക്കേണ്ട. ഇപ്പം ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അങ്ങകലെ കാണുന്ന ആ തറ കണ്ട ഒരു ചെറിയ ആട് നിൽക്കുന്ന ആ ഒരു തറ, ആ തറയാണ് നിലപാട് തറ എന്ന് പറയുന്നത് കേട്ടോ. അവകാശത്തറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തറയാണ് ഈ നിലപാട് തറ.
ഇപ്പോൾ ഈ സമയത്ത് രഹസ്യപൂജയായ തൃച്ചന്ദന ചാർത്ത് നടത്തുകയായിരിക്കുമല്ലോ കേട്ടോ ക്ഷേത്രത്തിനകത്ത്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കാവുതീണ്ടൽ ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം കൊടുങ്ങല്ലൂർ തമ്പുരാൻ വരികയും കൊടുങ്ങല്ലൂർ തമ്പുരാൻ വന്ന് ഈ തറയിൽ കയറി നിന്ന് ഒരു ചുവന്ന പട്ടുക്കുട ഉയർത്തി കാണിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 4 മണിയോടുകൂടിയായിരിക്കുമല്ലോ കേട്ടോ ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ പട്ടുക്കുട ഉയർത്തി കാണിക്കുന്നതോടെ കോമരങ്ങളും ഭക്തജനങ്ങളും എല്ലാവരും കൂടി ഈ കാവുതീണ്ടൽ ചടങ്ങ് ആരംഭിക്കും. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞത് കൊടുങ്ങല്ലൂർ തമ്പുരാൻ ആൽത്തറയിലേക്ക് എത്തിയേക്കേണ്ട. ഇനിയിപ്പോൾ കാവുതീണ്ടൽ സമയം ആയിട്ടുണ്ട്. അപ്പോൾ തമ്പുരാൻ ഇനി പട്ടുകൂട ഉയർത്തി കാണിച്ചാൽ കാവുതീണ്ടൽ ചടങ്ങ് ആരംഭിക്കും. കാവുതീണ്ടൽ ചടങ്ങ് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും പുറത്ത് നിന്നുള്ളവരൊക്കെ കുറേ പേരൊക്കെ പോയിട്ടു. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരെയുണ്ട് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. മുടിയാട്ടും തെയ്യവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, കാളകളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഈ മഞ്ഞൾപ്പൊടിയും കോഴിനെയൊക്കെ പറപ്പിക്കുന്നത് ഈ ഭാഗത്താണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഈ വശത്താണ് ഈ മഞ്ഞൾപ്പൊടിയും കോഴിനെയൊക്കെ പറപ്പിക്കുന്ന സ്ഥലം. ഇവിടെ ഇത് കണ്ട ഒരുപാട് വഴിപാടുകളൊക്കെ ഇട്ടേക്കുന്ന സ്ഥലമാണ്. കോഴികളുണ്ട്, അതിൽ പൈസയുമുണ്ട്, കിഴിക്കെട്ടുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പം ഇവിടെ ഉള്ള ജോലിക്കാർ നീക്കം ചെയ്യണം, അതെടുത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അശ്വതിക്കാവുന്നുണ്ടല്ലോ അന്നത്തെ രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭരണി മഹോത്സവമാണ്. അപ്പോൾ ഈ ഭരണി മഹോത്സവം കാണാൻ വേണ്ടി വന്നേക്കേണ്ട. ശരിക്കും ഇന്നത്തെ ദിവസം കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കാരയിൽ നിന്നൊക്കെ കടപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ അടുത്തുള്ള ദേശങ്ങളിൽ നിന്നും ഓരോരുത്തർക്ക് താലവും ആഘോഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ആ തെയ്യവും മുടിയാട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പേര് ഇപ്പോൾ ഈ ഒരു വിളക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കോമരമാണ്, ആ കോമരം തുല്ലിയിട്ട് മറ്റുള്ളവരൊക്കെ വന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇവിടെ കാണുന്നത്. കോമരങ്ങളും മാട്ടും പാട്ടും ആഘോഷങ്ങളും നിറഞ്ഞ കൊടുങ്ങല്ലൂർ കാവ് അങ്ങനെ ശാന്തമായിരിക്കുകയാണ്. രൗദ്രഭാവത്തിലായിരുന്ന കൊടുങ്ങല്ലൂരമ്മ ശാന്തസ്വരൂപിണിയായി. ഇനിയിപ്പോൾ നട തുറക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ശാന്തസ്വരൂപിണിയായ അമ്മയെ കാണാൻ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.